ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് SCRT ചലഞ്ച് ആണ്. അതായത് ബേസിക് സയൻസ് SCRT ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 1 ആണ് സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ സയൻസ് വിഭാഗത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് SCRT NCERT ഫാക്റ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അത് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിക്ക് മുന്നേ നമ്മുടെ ഹോട്ട് ടോപ്പിക്സിനും അതേപോലെ തന്നെ PYQ സീരീസിനൊക്കെ തന്ന സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം തുടർന്നും അങ്ങനെ തന്നെ വേണം. ഇത്രയും നാള് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ചോദ്യങ്ങളും അതേപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വട്ടം ചുറ്റിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലകളിൽ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അടുത്തത്, സസ്യങ്ങളുടെ ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ ഇലകളിൽ ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായവും സൂര്യപ്രകാശവും ആവശ്യമാണ്. ഓക്കെ, അപ്പൊ 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് ശരിയായ പ്രസ്താവനയാണ് എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ നോക്കി 1ഉം 2ഉം 2ഉം 3ഉം 1ഉം 3ഉം 1ഉം 2ഉം 3ഉം. നമുക്ക് ഒരു എന്താണ്, നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ SCRT ഒക്കെ വായിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഈ 3 പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അതായത് ഇലകളിൽ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ആ പ്രസ്താവന ശരിയാണ്. സസ്യങ്ങളുടെ ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ ഇലകളിൽ എന്താവശ്യമാണ്, ഹരിതകം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, ശരിയാണ്. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം എന്താണ്, ശരിയാണ്. ഓക്കെ, അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനോടൊപ്പം ഓക്സിജനും പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഓക്കെ, സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ വലിച്ചെടുക്കുകയും അതേപോലെ തന്നെ അവ പുറത്തേക്ക് തള്ളുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിജനുമാണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നത്, സ്വപോഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്, സ്വപോഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ച ഇത്രയും കാര്യമുള്ളൂ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അതേപോലെ തന്നെ എന്താണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ എന്ന് പറയുന്നത് പുറന്തള്ളുകയും കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് എന്താണ്, വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, സസ്യങ്ങൾ പകൽ സമയത്താണ് ഓക്സിജൻ പുറത്തുവിടുന്നത്. അതേപോലെ തന്നെ എന്താണ്, പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് ആണ് പിന്നീട് എന്തായി മാറുന്നത്, അന്നജമാക്കി മാറ്റുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ടാണ് സസ്യങ്ങളെ എന്ത് വിളിക്കുന്നത്, സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രധാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സൈലം, ഫ്ലോയം, ആസ്യരന്ധ്രം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്, അതായത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇലകളിലെ ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ്, ആസ്യരന്ധ്രം എന്ന പേരിലാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആസ്യരന്ധ്രമാണ്. ഓക്കെ, നമുക്കറിയാം സൈലം എന്താന്നുള്ളതും ഫ്ലോയം എന്താന്നുള്ളതും. അതായത് സങ്കീർണ കലകളാണ് ഈ പറയുന്ന സൈലവും അതേപോലെ തന്നെ ഫ്ലോയവും എന്ന് പറയുന്നത്. സൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗീകരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, സൈലം എന്ന് പറയുന്നത്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങൾ ഉള്ളതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, സൈലമാണ്. ഓക്കെ, ഇനി എന്താ ഫ്ലോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലോയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ്യരന്ധ്രം, അതായത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തുവിടുകയും ചെയ്യുന്നത്. ഓക്കെ, സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഈ പറയുന്ന ആസ്യരന്ധ്രം എന്ന് പറയുന്ന സുഷിരത്തിൽ കൂടിയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, ജലബാഷ്പം പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്തത്. അതായത് എന്താണ് സൈലം എന്നുള്ളത്, എന്താണ് ഫ്ലോയം എന്നുള്ളത്, എന്താണ് ആസ്യരന്ധ്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, അതിൻ്റെ അകത്ത് ശരിയായവ മാത്രം എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗീകരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഓക്കെ, അപ്പൊ 3 പ്രസ്താവനകളാണ്. ഇതിലെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഓപ്ഷനിലേക്ക് നോക്കിയേ, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം 1ഉം 3ഉം 1ഉം 2ഉം 3ഉം. നമുക്ക് ആൻസറിലേക്ക് എത്താൻ വലിയ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം എന്താണ്, ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. അതായത് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും എല്ലാം നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളാണ് താഴെ പറയുന്നത്. അതിൻ്റെ അകത്ത് PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഒന്നാമത്തെ ഹരിതകം, അതായത് ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിതകമാണ്. ഓക്കെ, ഇനി സന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകം എന്ത് നിറമാണ് നൽകുന്നത്, മഞ്ഞ നിറമാണ്. സന്തോഫില് നൽകുന്നത് മഞ്ഞ നിറമാണ്. ഓക്കെ, അടുത്തത് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകം എന്ത് നിറമാണ് നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് എന്ത്, കരോട്ടിൻ നൽകുന്നത്. അപ്പോൾ കരോട്ടിൻ നൽകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകം നൽകുന്ന നിറം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് നൽകുന്നത്. ഓക്കെ, അടുത്തതാണ് ആന്തോസയാനിൻ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആന്തോസയാനിൻ എന്ന് പറയുന്ന വർണ്ണകം എന്ത് നിറമാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന നിറമാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. അപ്പോൾ ഹരിതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സസ്യങ്ങളിൽ കാണുന്ന പച്ചനിറം, അതേപോലെ തന്നെ എന്താണ്, ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഏറ്റവും കൂടുതൽ ഹരിതകം കാണപ്പെടുന്നത് ഇലകളിലാണ്. ഓക്കെ, അതേപോലെ വർണ്ണകം നമ്മൾ പറഞ്ഞു, സന്തോഫിൽ മഞ്ഞ, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും, ആന്തോസയാനിനാണ് ചുവപ്പ് നിറം. ഓക്കെ, വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞത്, ഇനി തെറ്റായ പ്രസ്താവന. ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നു. ഓക്കെ, 2 പ്രസ്താവനയുള്ളൂ. ഇതിൻ്റെ അകത്ത് 2 പ്രസ്താവനയിൽ ഏതാണ് നിലവിൽ എന്ത് തെറ്റായ പ്രസ്താവന എന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്തേണ്ടത്, ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്, അതായത് ഏതാണ് തെറ്റ്, രണ്ടാമത്തെയാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ സി, 2 മാത്രമാണ് തെറ്റ്. ഓക്കെ, രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. ഓക്കെ, ഇനി സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവിജാലങ്ങളും പകലും രാത്രിയും ശ്വസിക്കുന്നു. ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവനയിൽ ഏതായിരുന്നു തെറ്റെന്ന് പറയുന്നത്, രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇതിൻ്റെ അകത്ത് എന്ത് തെറ്റായത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ്. ഇത് 10ാം ക്ലാസ്, അതായത് 10th പ്രിലിംസ് സ്റ്റേജ് 4 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ നോക്കാം. എപ്പിഫൈറ്റുകള്, പരാദസസ്യങ്ങള്, ശവഭോജികള്,
അതേപോലെ ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ഒരു ചോദ്യം എപ്പോഴും PSC ചോദിക്കാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ടാണ് അത് വീണ്ടും ഒന്നുകൂടി എടുത്തിട്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? എപ്പിഫൈറ്റുകളാണ്. എപ്പിഫൈറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഉദാഹരണം എന്താണ്? ഇത്തിൽ കണ്ണി, അതേപോലെ തന്നെ മൂടില്ലാത്താളി, ഇവയൊക്കെ എന്താണ്? പരാത സസ്യത്തിന് ഉദാഹരണമാണ്. അതായത് എന്താണ്? ഇലകളും വേരുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്? അവർ ഏത് സസ്യത്തിലാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആ സസ്യത്തിൽ നിന്നായിരിക്കും അവർക്ക് വേണ്ട ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വലിയ താമസമില്ലാതെ തന്നെ ആ വൃക്ഷത്തിന്റെ എന്താണ് ഓരോ ദിവസം ചെല്ലുന്തോറും അതിന്റെ ആയുസ് കുറഞ്ഞ് അത് എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ഇത്തിൽ കണ്ണിയും മൂടില്ലാത്താളെയും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണം ഇത്തിൽ കണ്ണി ഈ ഒരു വിഭാഗത്തിൽ അർദ്ധപരാതത്തിലും പരിഗണിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ആതിഥേയ സസ്യത്തിൽ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. അതായത് മൂടില്ലാത്താളി, ആതിഥേയ സസ്യത്തിൽ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നതാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഓക്കെ, അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്, അർദ്ധപരാതങ്ങളാണെങ്കിലും പൂർണ്ണപരാതങ്ങളാണെങ്കിലും. ഓക്കെ, ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്ന പേരാണ് ഓർക്കിഡേറിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഓർക്കിഡേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓർക്കിഡുകൾ ഏറ്റവും കൂടുതലായിട്ട് വളർത്തുന്ന ഉദ്യാനങ്ങൾ അറിയപ്പെടുന്നതാണ് ഓർക്കിഡേറിയം എന്ന്. ഓക്കെ, സാധാരണ കണ്ടുവരുന്ന ഓർക്കിഡാണ് എന്തെന്ന് പറയുന്നത്? മരവാഴ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഓർക്കിഡിന് ഒരു ഉദാഹരണമാണ് മരവാഴ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ നിന്ന് ശവോപജീവികൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ശവോപജീവികൾ എന്താണ്? ശവോപജീവികൾ എന്നുള്ളത് ഓപ്ഷൻ നോക്കിയേ. പൂപ്പലുകള്, അതേപോലെ നിയോട്ടിയ, മോണോട്രോപ്പ, കൊടങ്ങൽ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷനിൽ വരുന്നത്. എന്താണ്? ശവോപജീവികൾ ഏതാന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഏതാണ്? ഇതിൻ്റെ അകത്ത് ശവോപജീവികൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1, അതേപോലെ തന്നെ 2, അതേപോലെ 3. എന്താണ്? ശവോപജീവികൾക്ക് ഉദാഹരണമാണ് 1, 2, 3. കൊടങ്ങൽ മാത്രമാണ് അങ്ങനെ അല്ലാത്ത ശവോപജീവികളിൽ പെടാത്തത് കൊടങ്ങലാണ്. ഓക്കെ, അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗീകരണം ചെയ്തു വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീർണാവശിഷ്ടങ്ങളിലുള്ളത് എന്താണ്? പോഷക ഘടകങ്ങൾ ആഗീകരണം ചെയ്തിട്ട് വളരുന്ന അങ്ങനെ ഒരു തരം സസ്യങ്ങളെയാണ് നമ്മൾ ശവോപജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ റൊട്ടി ആണെങ്കിലും അതേപോലെ തന്നെ അച്ചാറിലൊക്കെ വളരുന്ന പൂപ്പലുകൾ നമുക്കറിയാം. അത് ജീർണിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്താണ്? ചെറിയ ചെറിയ പൂപ്പലുകൾ കയറി വരുന്നതായിട്ട് കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ശവോപജീവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂപ്പലുകൾ സസ്യ വിഭാഗത്തിൽ പെടുന്നവയല്ല, പക്ഷെ കൂണുകൾ പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓക്കെ, അപ്പൊ പൂപ്പലുകൾ എന്ന് പറയുന്നത് ഒരു സസ്യ വിഭാഗത്തിൽ പെടുന്നവയല്ല, പക്ഷെ കൂണുകൾ എന്ന് പറയുന്നതോ പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഓർത്തു വച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തത് തെറ്റായ ജോഡികൾ കണ്ടെത്തുക. മറ്റു ചെടികൾ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്ന് പറയുന്നത്. അടുത്തത് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗമാണ് പൊയ്കാൽ വേരുകൾ എന്ന് അറിയപ്പെടുന്നത്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇഴവള്ളികൾ. ഓക്കെ, അടുത്തത് ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ താങ്ങുവേരുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? തെറ്റായ ജോഡി കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി? ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. അതായത് എന്താണ്? നിലത്ത് പടരുന്ന, അതായത് ഏതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്? 7 താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന
സ്പ്രിങ് പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് പൊയ്കാൽ വേരുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത് തെറ്റായ ജോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കി, താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗമാണ് പൊയ്കാൽ വേരുകൾ. ഓക്കെ, താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് തായല്ല കേട്ടോ, തായാണ്, തായുടെ ഇതാണ്, തവളയുടെ തായാണ്, പ്രധാനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതായത് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്രധാനങ്ങൾ. തായല്ല, തായാണ് പ്രധാനങ്ങൾ. ഓക്കെ, അടുത്ത് എന്താണ് ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ് കുരുമുളക്, അതേപോലെ തന്നെ എന്താണ് പടവലം, പാവൽ. ഇതൊക്കെ എന്താണ് ആരോഹികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ഇടവള്ളികളിൽ പ്രധാനങ്ങളോ മറ്റു പേരുകളോ ഇടവള്ളികൾക്ക് എന്താണ് നിലവില് ഇടവള്ളികൾ പ്രധാനങ്ങളോ മറ്റു എന്താണ് ഇടവള്ളികളിൽ പ്രധാനങ്ങളോ പറ്റുപേരുകളോ ഇല്ല. ഇടവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് മധുരക്കിഴങ്ങ്, അതേപോലെ തന്നെ കൊടങ്ങൽ, സ്ട്രോബെറി എന്നൊക്കെ പറയുന്നത് ഇടവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇടവള്ളികളിൽ പ്രധാനങ്ങളോ മറ്റു പേരുകളോ ഇല്ല. ഇടവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് മധുരക്കിഴങ്ങ്, അതേപോലെ തന്നെ കൊടങ്ങൽ, സ്ട്രോബെറി. ഓക്കെ, ജലവും ലവണവും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നടത്താനും വേരുകൾക്കാകുന്നു. മണ്ണിനു മുകളിൽ കാണുന്ന അത്തരം വേരുകളാണ് താങ്ങുവേരുകൾ അല്ലെങ്കിൽ പൊയ്കാൽ വേരുകളായി അറിയപ്പെടുന്നത്. അപ്പോൾ ജലവും ലവണവും മാത്രം വലിച്ചെടുക്കാനല്ല എന്ത് വേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതായത് ചെടികളെ താങ്ങി നിർത്താനും വേരുകൾക്കാകുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന അത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്കാൽ വേരുകളും എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, താങ്ങുവേരുകൾക്ക് ഉദാഹരണം നമുക്കറിയാം, പേരാല് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ഫുൾ താഴത്തേക്ക് വേരുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ താങ്ങുവേരുകൾ. ആ വൃക്ഷത്തെ ശരിക്കും താങ്ങി നിർത്തുന്നത് ഈ പറയുന്ന താങ്ങുവേരുകൾ. ഓക്കെ, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്കാൽ വേരുകൾ. ഉദാഹരണം ആറ്റുകൈത എന്ന് പറയുന്നത്. നമ്മുടെ ഈ പുഴയുടെ ഒക്കെ വക്കില് നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് മുള്ളൊക്കെ ഉള്ള ഒരു തരം കൈതച്ചക്ക, ഞങ്ങളുടെ ഇവിടെയൊക്കെ പൈനാപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ വലിയ എന്താണ് ഈ പറയുന്ന വേരുകളും അതേപോലെ തന്നെ എന്താണ് വലിയ മുള്ളൊക്കെ ഉള്ള വലിയ ഈ സാധനമാണ് ആറ്റുകൈത എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ശരിക്കും തണ്ടിൽ നിന്നാണ് അതിന്റെ വേരുകൾ എങ്ങോട്ടേക്ക് വരുന്നത്, താഴത്തേക്ക് വരുന്നത്. അതാണ് പൊയ്കാൽ വേരുകൾക്ക് ഉദാഹരണം. ഓക്കെ, അടുത്തത് ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. കണ്ടൽ ചെടികൾ നമുക്കറിയാം, കണ്ടൽ ചെടികളും കണ്ടൽ കാടുകൾക്കിടയിലൂടെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണുള്ളത് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ കണ്ടൽ കാടുകൾക്കിടയിലൂടെ എൻ്റെ ജീവിതം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസർ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത കണ്ടൽ ചെടികളുടെ പേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടൽ ചെടികളുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇത് വാതക വിനിമയത്തിന് സഹായിക്കുന്നു. ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വേരിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ അറിയപ്പെടുന്നതാണ് എന്തെന്ന്. അതായത് വേരുകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ, അതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂഖണ്ഡങ്ങൾ എന്ന പേര്. താങ്ങുവേരുകള്, സംഭരണ വേരുകള് ഇവയൊന്നുമല്ല. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. എന്ത്? സംഭരണ വേരുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും അറിയുന്നതും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന ഒരു സാധനമൊക്കെയാണ് മരച്ചീനി, അതേപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്. ഓക്കെ, ഇതൊക്കെ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. മണ്ണിനടിയിൽ കാണുന്ന കാണ്ഡങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്. ഇത് ഭൂഖണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷ സ്റ്റേജ് 4 ചോദിച്ചാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഭൂഖണ്ഡത്തിന് ഉദാഹരണമെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യം 10th പ്രിലിം സ്റ്റേജ് 2022 ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധുരക്കിഴങ്ങായിരുന്നു.
ഓക്കെ, ഉരുളക്കിഴങ്ങാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷനിൽ ക്യാരറ്റ്, മരച്ചീനി, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ചോദ്യത്തിൽ ഒതുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ SCRTയുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ മറന്നിട്ടില്ല, ഇംഗ്ലീഷിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ മലയാളത്തിൻ്റെയും. കാരണം കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഫുള്ള് എല്ലാം കൂടി ഇട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചാപ്റ്ററും വെച്ച് ഓരോന്നും എന്താണെന്നുള്ളത് പഠിച്ച് സെറ്റായിട്ട് പോകാം. നമ്മളെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സെക്രട്ടേറിയറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാച്ച് ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ LDയുടെ ഒരു ആ ഒരു ഓട്ടപ്പാച്ചിലൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പുതിയ ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.